ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലൻസിയയിലാണ് നിൽക്കണത്, സ്പെയിനിൽ. അപ്പോൾ ഇന്നലെ വൈകിട്ട് വലൻസിയയിൽ വന്ന് ഇന്നലെ അപ്പോൾ നമുക്ക് നെതർലാൻഡ്സിൽ നിന്നുള്ള 2 ലോഡ് ഇറക്കാനുണ്ടായിരുന്നു, ബാർസലോണയിലും ഹിരോണയിലായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് നേരെ വലൻസിയയിലേക്ക് വരാൻ പറഞ്ഞു. ഇവിടെ വന്നു, റെമോൾക്കെ മാറ്റിയിട്ട് ഇവിടെ ലോക്കൽ ഓടുന്ന ഒരു റെമോൾക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റെമോൾക്കയിലേക്ക് മാറ്റി, എന്നിട്ട് മറ്റേത് മെഡിസിൻ കയറ്റിയിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ടിട്ട്. അപ്പോൾ നമ്മളോട് വന്നു കഴിഞ്ഞപ്പോൾ ലോഡ് കയറ്റാൻ വന്നപ്പോൾ തന്നെ എനിക്ക് 24 മണിക്കൂർ റെസ്റ്റിൽ ഞാൻ കയറ്റി. അപ്പോൾ ഇന്ന് വൈകിട്ട് 3:30 കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞ് ലോഡ് കയറ്റുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ സംഭവത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഇതുപോലെയാണ് ലോഡ് ഇരിക്കുന്നത്. ഏറ്റവും മുകളിൽ വന്നിട്ട് അലൂമിനിയത്തിൻ്റെ സംഭവമാണ്. ഇതൊക്കെ കയറ്റി വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഈ സംഭവം കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇതിൻ്റെ മാതിരി ഫ്രണ്ടിൽ ലോഡ് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറകിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. പുറകിൽ ശരിക്കും 3 എണ്ണം വെച്ച് 6 ഇത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സിന്ത വെച്ചിട്ട്, ഈ സംഭവം ഇതിനാ സിന്ത എന്ന് പറയാം. ഈ സംഭവം വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടി കഴിഞ്ഞപ്പോൾ ബാക്കിൽ കെട്ടി ഫ്രണ്ടിൽ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇന്ന മാതിരി ഫ്രണ്ടിൽ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കടേന്ന് പറഞ്ഞു. ഇതിപ്പോൾ 3 സെക്ഷനായിട്ട് അവർ കയറ്റി വെച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു, ഓ ഇത് കെട്ടാണ്ട് ഇവിടെ വരെ വരും എന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കയറ്റിയ കാരണം കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ എത്താൻ പറ്റും, പക്ഷേ അവിടെ നിന്ന് ലോഡ് കയറ്റാൻ പോണത് വേറെ ടീമുകളാണ്. ലോഡ് ഇറക്കാൻ പോണത് ബേസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ബേസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെടി പോകും. അപ്പോൾ ലോഡ് ഇറക്കാൻ പോണത് വേറെ ടീമുകളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നോട് ഇത് ചോദിച്ച കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇന്ന് കാലത്ത്, ഇപ്പം നമ്മൾ റെസ്റ്റിലാണ് കിടക്കണേ. ഓക്കെ, 24 മണിക്കൂർ റെസ്റ്റിലാണ് വണ്ടി കിടക്കണേ. അപ്പോൾ ഈ സംഭവം ഇന്ന് കാലത്ത് ഞാൻ വെച്ചിട്ട് ഈ സംഭവം കെട്ടിയെന്ന് പറയാനായിട്ട്, ഇതിങ്ങനെ കെട്ടണ സമയത്ത് ഏറ്റവും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ്, ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ പടച്ച് കയറി മുകളിൽ നിന്ന് താഴ്ത്ത് വീടേ, കാല് സ്ലിപ്പാവേ, കാല് തട്ടേ, എന്തെങ്കിലുമൊക്കെ വീഴേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കോടതി സിവിൽ, അതായത് പോലീസ് വന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ടാക്കോഗ്രാഫ് ആയിരിക്കും. അതിൽ വന്നിട്ട് റെസ്റ്റിലാണ് ഞാൻ ഇട്ടേക്കണേ. അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ കംപ്ലീറ്റ് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം തന്നെ കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനും വരും. കാരണം നമ്മൾ ഈ സമയത്ത് റെസ്റ്റിൻ്റെ സമയത്ത് ജോലി ചെയ്യാൻ പാടില്ല ഡ്രൈവർമാർ, പ്രത്യേകിച്ച് ഇതുപോലത്തെ പരിപാടികൾ. ഇപ്പോൾ ചെറിയ രീതിയിൽ, ഇപ്പോൾ ഞാനിവിടെ ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂളൻ്റ് വന്നിട്ട് കുറവായിരുന്നു. അതപ്പോൾ പോണ വഴിക്കാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ സംഭവം ഒഴിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കൂളൻ്റ് ചെറുതായിട്ട് ഇത്രയും താഴ്ത്തായിരുന്നു. ഈ സംഭവം വളരെ താഴ്ത്തായിരുന്നു. അത് കുറച്ച് കയറ്റി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ പൊടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടി എല്ലാം ഓക്കെയിലേക്ക് ഒന്ന് നോക്കി സംഭവം സെറ്റ് ചെയ്തു. അത് കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെറിയൊരു ക്ലീനിങ്ങിലാണ്. ഇപ്പോഴത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾ ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംഭവത്തെ പറ്റിയിട്ട്. ഇതെന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വണ്ടിയുടെ ഇപ്പുറത്തെ ഭാഗമാണ്. ഓക്കെ, ഡോറിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഒരു 2 ക്യാബിനുണ്ട്. ഒന്ന് വന്നിട്ട് താഴത്ത് ഇവിടെ ഒരു ക്യാബിനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാബിനുണ്ട്. ഇവിടുത്തെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് ഇത് ചെയ്യുന്ന ബ്രഷും ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നും വെക്കാറില്ല ഞാൻ ഇതിൻ്റെ അകത്ത്, ഭൂരിഭാഗം വെക്കാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ കിറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം കണ്ട, ഇവിടെ ഒരു എയർ ഹോളുണ്ട്. ഇത് സെൻറ്റ് ചെയ്യും പറഞ്ഞാൽ അകത്തോട്ട് പോകുന്ന എയർ ഹോളാണ്. ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും, വണ്ടിയുടെ ഈ ഭാഗത്ത്, ഈ ഡോറിൻ്റെ അകത്തായിട്ടായിരിക്കും ഈ സംഭവം വരാം. ഞങ്ങൾ എല്ലാ ഡ്രൈവർമാരും വന്നിട്ട് ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ വണ്ടിയുടെ അകത്തേക്ക് വണ്ടിയുടെ പുറത്തുനിന്ന് എയർ കയറണത് ഈ വഴിക്കാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഈ സ്പേസിൽ കൂടെയാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അല്ലെങ്കിൽ വണ്ടി ഇപ്പോൾ ചില്ലൊക്കെ അടച്ചു വയ്ക്കുന്ന സമയത്ത് എയർ കയറുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഭാഗവും ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗവും വളരെ ക്ലിയറായിട്ട് മാക്സിമം പൊടി ഇല്ലാത്ത രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ കാലത്ത് നോക്കിയപ്പോൾ എൻ്റെ ഈ സംഭവം വന്നിട്ട് ഇതിന് ചെറുതായിട്ട് ആഴ്ചയിൽ ഒരിക്കലും വൃത്തിയാക്കലുണ്ട്. കാരണം വെള്ളം കുറച്ച് അന്നത്തെ വീണ് കിടപ്പുണ്ടായിരുന്നു. വെള്ളം കുറച്ചതിൻ്റെ പേരിൽ
തുരുമ്പ് കയറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാറ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് വെക്കാറ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും ഇതുപോലെ എക്സസൈസ് ചെയ്യണത്. അത് സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഇവിടെ ആയിട്ടാണ്. ഇവിടെ നിറച്ച് റോട്ടിൽ നിറച്ച് പ്രത്യേക സംഭവങ്ങളൊക്കെ ആയിരിക്കും ഭൂരിഭാഗം സ്ഥലങ്ങളിലും. കാരണം നമുക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പൊടി തുടച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കി വയ്ക്കും. ഓക്കെ, പിന്നെ അത് പറയാനായിട്ട് ഇത് അതുപോലെ തന്നെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഇതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ വണ്ടി പോകുന്നതിന് മുമ്പായിട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കമ്പനി കയറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറേ ഒഴിച്ചു. എന്നിട്ട് മാക്സിമം ലെവൽ കൂടി, ഇതിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ സർവീസിനെ കയറ്റി കഴിഞ്ഞപ്പോൾ അവർ ആ കമ്പനി സർവീസ് സെൻറ്ററിൽ നിന്ന് അത് മൊത്തം കുറച്ചു. എന്നിട്ടൊരു ക്യാൻ വെച്ച് തന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. പിന്നെ എന്ന് പറയാനായിട്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ് ഈ സംഭവത്തിൻ്റെ കാര്യം. ഈ 3 ഫാൻ ഇവിടെ ഫ്രണ്ടിലായിട്ടുണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് കാലത്ത് ചൂടിനോ തണുപ്പ് കാലത്ത് തണുപ്പിനോ വേണ്ടി കറങ്ങുന്ന സാധനമല്ല. എൻജിൻ എപ്പോഴാണോ ഓവർ ഹീറ്റ് ആവുന്നത്, അതായത് എനിക്ക് 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂളൻ്റിൻ്റെ പൈപ്പ് വെട്ടി പോയിട്ട്, ഈ വണ്ടിക്കല്ല, അത് മറ്റേ ഈ വേക്കോൻ്റെ വണ്ടി ഉപയോഗിച്ചപ്പോൾ കൂളൻ്റിൻ്റെ പൈപ്പ് 2-3 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടുന്ന സമയത്ത് എൻജിൻ ഓവർ ഹീറ്റ് ആകുമ്പോൾ മാത്രം, അക്സസ് ഹീറ്റ് ആകുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഫാനാണ് ഇത് 3 എണ്ണം. കാരണം അതും ഒരു ചോദ്യചിഹ്നമായിരുന്നു, അത് എന്തിനാണ് ആ ഫാൻ വർക്ക് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെയും കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് തണുപ്പ് നമ്മൾ റെസ്റ്റിൻ്റെ സമയത്ത് AC ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്യണതോ അല്ലെങ്കിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഫാനാണെന്ന്. അങ്ങനത്തെ അല്ലാതെ അത് വണ്ടി ഓവർ ഹീറ്റ് ആകുമ്പോൾ മാത്രം ഓൺ ആവുന്ന ഒരു സംഭവമാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ വണ്ടിയുടെ സമയത്ത് അല്ലെങ്കിൽ 45 മിനിറ്റ് ആയാലും പൗസ് ഇടുന്ന സമയത്ത് വണ്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. എന്തെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പണി പാളും. നേരെ തിരിച്ചായിരിക്കും അതിൻ്റെ ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ ചുമ്മാ ഇതിൻ്റെ മുകളിൽ നിന്ന് 3 ബെൽറ്റ് ഇട്ട് ചുമ്മാ കെട്ടിയിട്ടുള്ളൂ. വലിയ ടൈറ്റിൽ കെട്ടിയിട്ടില്ല. കാരണം എന്തിട്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇൻഷൂർ ക്ലെയിം ആവില്ല. കാരണം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കെട്ടിയില്ല എന്ന് പറയും. അപ്പോൾ കമ്പനി അടുത്ത് പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടോ അത് ഇവിടെ വരെ വരും, നല്ല രീതിയിൽ വളയ്ക്കുമ്പോൾ തിരിയോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ആ ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ വരില്ല. ഞാൻ ഇന്ന് കാലത്ത് ഇറങ്ങിയിട്ട് 3 നട്ടങ്ങൾ കെട്ടി. അപ്പുറത്തൊക്കെ ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത് വരാൻ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് മാത്രം. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു സംഭവം ഞാൻ ഇവിടുത്തെ വലൻസിയയിൽ കാണിച്ചു തരാം. ശോകമുഖമായ അവസ്ഥയിലാണ് ഇവിടെ എന്തായാലും. പിന്നെന്ന് പറയാനായിട്ട് നമ്മുടെ ചില്ല് ചെറിയ രീതിയിലൊരു പൊട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ബെൽജിയത്തിൽ വെച്ച് ചെറിയൊരു അടി അടിച്ചാൽ ചിന്നലടിച്ചാണത്. ഒരു കല്ലൊന്നടിച്ചാണ്. ചെറിയ രീതിയിൽ പൊട്ട് സംഭവിച്ചു. ഇപ്പോൾ ഇവിടം വരെ ഇരുന്ന് പൊട്ട് ഇതിൻ്റെ. അതിനുശേഷം ഈ സംഭവം കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. കമ്പനിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പാടായി. 1 മാസം മുമ്പ് ഇവിടെ മഴ പെയ്ത് എല്ലാം ഒലിച്ചു പോയൊരു സംഭവമാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലായിരുന്നു ഞങ്ങളുടെ എൻട്രൻസ്. ഇത് ഇപ്പുറത്തെ ഭാഗം മൊത്തം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നവർ. വെള്ളം കയറി എല്ലാം നശിച്ചു. പുതിയ ഗേറ്റ് വെച്ചു. സംഭവങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞത്. വലൻസിയയിൽ സ്പെയിനിൽ ആ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് എല്ലാം ഒലിച്ചു പോയി. ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് എല്ലാം പുതിയത് വെച്ചു. ഇതിലായിരുന്നു ഞങ്ങളുടെ എൻട്രൻസ്. അപ്പോൾ ഇന്നലെ ലോഡ് കയറ്റാൻ വേണ്ടി വന്നത് ഞാനിവിടെയാണ്. അപ്പോൾ ഇതെല്ലാം പൊളിച്ചു. എന്നിട്ട് അപ്പുറത്തവർ ആദ്യം ആക്റ്റീവാക്കി. ഇതേ പട്ടാളത്തിൻ്റെ വണ്ടി പോകണം. പട്ടാളത്തിൻ്റെ വണ്ടി ഇവിടെ കാലത്തെ മുതലുണ്ട് കേട്ടോ, സർവീസിങ്ങിന് വേണ്ടിയിട്ട്. പണിക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണപ്പോൾ ആ കമ്പനി ഇതേ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ഇൻഷൂർഡ് ആയിരിക്കാം.
ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതുക്കി പണിതു, ഇത് പണിതുകൊണ്ടിരിക്കുന്നു. ഇത് അതിന് സംഭവിച്ച കാറുകളാണ് ഈ കാണുന്നത്. അപ്പുറത്തോടെ നടക്കാൻ പോകാൻ പറ്റുമോ നോക്കട്ടെ. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പേരിലും കുറേ റോബറികളൊക്കെ ഇവിടെ നടന്നിരുന്നത്. ഇതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഇതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഇതെല്ലാം നശിച്ച് ഇതുപോലെ ആറ്റം വരെ ഇതാണ് ഏകദേശം ഇതിൻ്റെ സംഭവങ്ങൾ. ഇതൊക്കെ ഇൻഷൂർ ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ് സംഭവങ്ങളാണ്. ചിലതിൽ ഇൻഷുറൻസ് ഉണ്ടാവും, ചിലത് ഇൻഷുറൻസ് അടയ്ക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു ദിവസത്തെ വ്യത്യാസത്തിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടും. പിന്നെ എന്ന് പറയാനായിട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. മൂന്നാമത്തെ പാർട്ടിക്കുള്ള ഇൻഷുറൻസ്, അതുപോലത്തെ സംഭവങ്ങൾ, അതൊക്കെ ഇതിൽ പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെടില്ല. ചിലത് പെടും, ചിലത് പെടില്ല. അപ്പോൾ ഗവൺമെൻറ് പുതിയൊരു സംഭവം കൊണ്ടുവന്നുണ്ട്. വണ്ടികളുള്ള ഉണ്ടായിരുന്നവർക്ക് 10,000 യൂറോ വെച്ചിട്ട് ഏകദേശം ഒരു 9 ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മില്യോണസാണ് അവിടെ ഇത് ചെയ്തേക്കണേ. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അവിടെ ആ അറ്റത്ത് കിടക്കണം നമ്മുടെ വണ്ടി. ഞാനിപ്പോൾ ട്രെയിലർ ഒന്ന് പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സ് മരവിച്ചു, മനസ്സ് ചത്തു എന്ന് പറയാം. ആ ഭാഗത്തൊക്കെ എല്ലാം ഇത് പോയേക്കണതാ. പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ട വണ്ടികളല്ല കൂടുതലും കൊണ്ടുവന്നിട്ടേക്കണത്. പാർക്ക് ചെയ്ത വണ്ടികളുണ്ട്, ഇവിടെ കിടന്നേച്ച വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ക്ലെയിമിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടേക്കണ വണ്ടികളുണ്ട്. അങ്ങനെ മൊത്തം ഇതിൻ്റെ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ കിടക്കണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയത് ഇവിടെയായിട്ടാണ്, ഈ പറഞ്ഞ ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ, അതായത് ഒരു ഭാഗം ഒരു പെട്ടെന്ന് ചെയ്തിട്ട് അതിലെ തന്നെ ലോഡ് കയറ്റാനായിട്ടുള്ള വഴിയും റെഡിയാക്കി, അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയിട്ട് വണ്ടി അവിടെ കൊണ്ട് ഇട്ടത്. നമ്മൾ ഡിസ്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ കയറിയപ്പോൾ തന്നെ അവിടെ ട്രക്കുകൾ കിടപ്പുണ്ടായിരുന്നു ഇതുപോലെ ഇതൊക്കെ കയറിയിട്ട്. ശോകം. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. കണ്ടപ്പോൾ എന്തൊരവസ്ഥ പോലെ. എല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് സ്കൂട്ടറൊക്കെ കിടക്കണുണ്ട്. പ്രകൃതി തന്നെ ഇപ്പോൾ തിരിച്ച് പണി ചെയ്താന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയപ്പോൾ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഞാൻ കാലത്തെ ഇപ്പോൾ ചുമ്മാ നടക്കാൻ പോയതാണ്. അപ്പോൾ പട്ടാളക്കാരെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. കാരണം അവർ ഭയങ്കര പണിയിലാണ് കാലത്തെ മുതൽ. നമ്മുടെ അവിടുത്തെ ഈ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, മിലിറ്ററി വണ്ടികൾ. ഒന്ന് റൗണ്ട് ചെയ്ത് അവിടെ ഒരു 10-20 മിനിറ്റ് നിന്ന് പോയി. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയത് ഈ പറഞ്ഞ ഏരിയയിൽ. ഇത് ഇവിടെ നിന്ന് ഇതാണ് അതിന് എൻട്രൻസ് ആയിരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് തിരിച്ച് ഇതിലെ ഇറക്കി അവിടെ നിന്ന് ലോഡ് കയറ്റി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കി പാത്രങ്ങൾ. അപ്പുറത്തെ ട്രക്കുകൾ കിടപ്പുണ്ട്. ഇവിടെ കാറുകളുടെ ഒരു സ്ഥലമാണത്. ബാക്കി ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിപ്പോൾ വലൻസിയയിലേക്ക് എത്തിയില്ല, അതിന് മുമ്പ് ഒരു ഭാഗമാണ്. അങ്ങനെ ആൾക്കാർ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അകത്ത് ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതേയാൾ കിടക്കുന്ന ഒരു ട്രക്കാണ്, അതങ്ങനെ കിട്ടിയാണ് അവിടെ കൊണ്ടിടാനായിട്ട്. ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില ടീമുകൾ അതിനിടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ പിന്നെ ഇതൊരു ബിൽഡിംഗ് ആയിരുന്നു. ബിൽഡിംഗ് എന്ന് പറയുന്നത് പഴയ ബിൽഡിംഗാണ്. അത് പണിതിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒലിച്ചു പോയി. അത് ഈ സാധാരണ രീതിയിൽ ഈ പന്നിയുടെ കാലൊക്കെ ഇല്ലേ,
അതൊക്കെ കോങ്കലാർ ചെയ്യാനായിട്ട്, അതായത് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പഴയ ബിൽഡിങ്ങുകൾ ഉപയോഗിക്കും. അതൊക്കെ ഏകദേശം തീരുമാനമായി. അതെല്ലാം പോയി ഇവിടെ. ഇന്ന് അതിൻ്റെ അകത്തും പട്ടാളക്കാർ കയറുന്നുണ്ടായിരുന്നു. അവർ കയറി അതുപോലെ തന്നെ പോന്നു. 24 മണിക്കൂർ റെസ്റ്റും കഴിഞ്ഞ് നമ്മളിപ്പോൾ വണ്ടി എടുത്തേക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം എല്ലാം തീരുമാനമായി കിടക്കുന്ന ഏരിയയാണ്. ഓരോന്നോരോന്നതേ പുതിയതായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ രണ്ടാമതേ പണിത് തുടങ്ങി. കംപ്ലീറ്റ് കാര്യങ്ങൾ ഒലിച്ചാൽ പോയി. ചിലവരൊക്കെ എത്രയും പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചിലവർ പൂട്ടിപ്പോയി, ചിലവർ ഇവിടെ നിന്ന് വിട്ടുപോയി, ഇനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞു. ഇതേ വെള്ളം കയറി, അതങ്ങനെ തന്നെ ഇട്ടേക്കാം. ഭൂരിഭാഗം കമ്പനികളിലകത്ത് വണ്ടികൾ കിടപ്പുണ്ട്. അനക്കാൻ ഇതൊക്കെ ഇതിനു വേണ്ടി വെള്ളം കയറി അനക്കാൻ പറ്റാണ്ടിട്ടാണ് വണ്ടികളുണ്ട്. ഇതൊക്കെ അതെ എല്ലാം ഈ സൈഡിൽ കൊണ്ടിട്ടേക്ക. ഈ അറ്റത്ത് കിടക്കണതല്ല, അതിൻ്റെ അപ്പുറത്ത് ഏരിയയിൽ ഇതെല്ലാം ഇവിടെ അടിച്ചു കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് ഈ വീടുകളെല്ലാം ഏകദേശം മൊത്തം രണ്ടാമത് ക്ലിയർ ചെയ്ത് വന്നുള്ളൂ ഇവിടെയൊക്കെ. In 200 meters, turn right onto Calle Isla Cabrera. Gira a la derecha en la calle Isla Cabrera, después entra en la rotonda. Take the next right onto Calle Isla Cabrera. Salve la rotonda por la primera salida por la calle Isla Cabrera. In 100 meters, at the roundabout, take the first exit and stay on Calle Isla Cabrera. ഏകദേശം ഇതെല്ലാം ഇപ്പൊ ക്ലിയർ ആക്കി കൊണ്ടുവരണുള്ളൂ സംഭവങ്ങളെല്ലാം. Exit the roundabout onto Calle Isla Cabrera. Continue for 100 meters. Exit the roundabout onto Calle Isla Cabrera. അവിടെ ഒരു വണ്ടി കിടക്കണം. In 300 meters, turn right onto Cara Levante. ഇതൊക്കെ ഇനി ശരിയാക്കി പറഞ്ഞോളൂ. ഇതൊക്കെ സാധനങ്ങൾ ഇറക്കി അവർ പണിത് തുടങ്ങി. ചിലതൊക്കെ അടച്ച് തീരുമാനമാക്കേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഇപ്പൊ ഇവിടുത്തെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. Take the next right onto Cara Levante. ഇതാ വണ്ടികളൊക്കെ കിടക്കണത് ഇതിന്റെ സംഭവത്തിന്റെ ബഹുലമായിട്ട് കിടക്കുന്ന വണ്ടികളാണ് കാണുന്നത്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികൾ. അടുത്ത സംഭവം meters, merge onto Cara Mallorca. ഇതിപ്പോ നമ്മള് വലൻസിയയിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഒരു പണി തുടങ്ങി. ഇതിന്റെ അകത്തൊക്കെ പൊളിഞ്ഞ് സാധനം അടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് വണ്ടികൾ ഓരോ ദിവസമായിട്ട് നീക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഇതിന്റെ കയറി ഇതുവരെയായിട്ട് മാറ്റിയിട്ടുള്ള ഇതിന്റെ ഇന്നറിലേക്കുള്ള വഴി ഏതാ, പുറത്തേക്കുള്ള വഴി ഏതാ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നിപ്പോ അതുമാതിരി ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രെയിലറിന്റെ ഒരു ഭാഗം കിടക്കണം. In 50 meters, at the roundabout, take the third exit and stay on Cara Mallorca. ഇതൊക്കെ ഇതുപോലെ ഒന്ന് ഇപ്പൊ ഒരു മാസമായിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ഒരു മാസത്തിന് മേലെ. പക്ഷെ
ഇപ്പോഴും ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. ഇത് സൂപ്പർ മാർക്കറ്റിന്റെ സംഭവങ്ങൾ എടുക്കണം. ഇവിടെ എവിടെയോ മറക്കാതെ Exit the roundabout അതിന്റെ onto സംഭവങ്ങൾ ഇവിടെ Carl വന്നിട്ടുണ്ട്. Walker. Salve la rotonda por la primera salida In por la 100 meters at the 374. roundabout, take the first exit onto Masia San Antonio. അവിടെയും വണ്ടികൾ കിടപ്പുണ്ട്. എല്ലാം ഒലിച്ചു വന്ന് കിടക്കണ വണ്ടികളാ. ഇതിലൊരു ട്രെയിലർ കിടക്കണം. Situate a la izquierda. സെഗോവിയ സ്പെയിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പുറത്തെ വണ്ടികളൊക്കെ ഇവിടെ ഒന്ന് പെട്ട് കിടക്കണത് ഇതേ കിടക്കണം ഇവിടെ. En 800 metros, mantente a la izquierda por la 15. ഇതെല്ലാം പോയി. ഇനിയിപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ ആദ്യം പൊളിച്ചിട്ട് ആദ്യം പണിയണം, അല്ലെങ്കിൽ ഇനി വേറെ സ്ഥലത്ത് എന്തിനാന്ന് വെച്ചാൽ റെൻറ്റിങ്ങിന് എടുക്കണമെന്നാണ്. ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്കൊക്കെ ആയിട്ട് റെൻറ്റിങ്ങിന് എടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും ഒന്നും നടക്കില്ല. പുതിയ റോഡുകൾ, 300 meters, use the right lane to take the E9 ഈ റോഡ് പൊളിഞ്ഞു. അപ്പോൾ അതേ പുതിയ റോഡ് A la izquierda por la 15. പണിതിട്ടാണ്. കുറേ സ്ഥലത്ത് പാലങ്ങളൊക്കെ പണിതിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ. Use the right lane to take the E901 ramp. In 800 meters, use the left lane to take the E15 A7 ramp to Castelló. എനിക്കറിയില്ല നമ്മൾ റൂട്ട് മാറിയൊന്നും. Mantente a la izquierda en dirección E15. ഇവര് ഇതുവരെയായിട്ട് കഴിയിട്ട് Use the പോലും left lane to take the E15 ramp, then take the ramp to E901. Mantente a la derecha por la autovía del Este. എന്തായാലും പാലം ഇളകി പോയില്ല. Take the എന്തായാലും ramp to E901, then use the left lane to take the E901 ramp. അതേ കാറുകളൊക്കെ അവിടെ 500 ഇട്ടേക്കാം. metros, mantente a la izquierda por la E901. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അതേ ഒരു സംഭവം. In 600 meters, merge onto AP7. നമ്മുടെ റൂട്ടൊക്കെ മാറി. Continue on AP7 for 5 kilometers. അപ്പൊ അത് വേറെ റൂട്ടിൽ കൂടെ കയറിക്കൊണ്ടിരിക്കണേ. ഇതേ അവിടെയും En വണ്ടികൾ 7 കൊണ്ടിട്ടാണ്. kilómetros, toma la salida 328 a la derecha por la V30. കണ്ടെയ്നറുകൾ, ഇതുപോലത്തെ കണ്ടെയ്നറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. ഇനി റൂട്ട് മാറില്ലെന്ന് വിചാരിക്കുന്നത്. എനിക്കൊരു ഐഡിയ കിട്ടണല്ലേ. Kilometers, take exit 331 for CB 370 toward Manises, Riba-Roja.
കംപ്ലീറ്റ് റൂട്ടുകളും ക്ലോപ്സ് ആക്കിയേക്കാം. Y medio, toma la salida 328 a la derecha por la V30. In എന്തായാലും ഈ 300 വഴിക്കൊന്ന് പോയി meters, നോക്കാം. at the roundabout, take the first exit onto CV370. കാരണം റൂട്ടുകൾ ഇപ്പോഴും ചിലർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഹൈവേ അവർ പണിതു. Sal de la ബാക്കിയുള്ള rotonda por la റൂട്ടുകളെ പണി segunda നടത്തണുള്ളൂ. salida por la CV370. Exit the roundabout onto CV370. Continue on CV370 for 800 meters. ഇവിടേക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തുള്ള. Sal de la rotonda por la segunda salida. ഇവിടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലാണ് പണി കിട്ടിയേക്കണേന്നാണ് തോന്നുന്നത്. In 400 meters, at the roundabout, take the second exit onto Avinguda de la Cova, CV370. ഇതും വലൻസിയയുടെ ഒരു ഭാഗമാണ്. ഇത് അടുത്ത ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. Sal നമ്മൾ de la കയറിയ rotonda por la മുകളിലത്തെ. segunda salida por la CV370. Exit the roundabout onto Avinguda de la Cova. Continue on CV370 for 1 kilometer. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. In 400 meters, at the roundabout, take the second exit and stay on Avinguda de la Cova, CV370. ചൈന കടക്കാരുടെ കടകളൊക്കെ കണ്ട. ക്രിസ്മസിന്റെ പരിപാടി ഉദ്ദേശിച്ചിട്ട് സംഭവങ്ങൾ കുറെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുണ്ട്. Sal de la rotonda por la segunda salida por la CV370. എനിക്കാണെങ്കിൽ ഇത് കാര്യമായിട്ട് വളയ്ക്കാനും പറ്റില്ല. Exit the roundabout onto Avinguda de la Cova. In 600 meters, at the roundabout, take the second exit onto CV370. ഇത് ചൈനക്കാർക്ക് മാത്രമായിട്ടുള്ള ഏരിയ ആണോ സംശയം? എല്ലാത്തിലും ചൈന കടയാണല്ലോ ഇവിടെ, റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ ആയിട്ട്. Sal de la rotonda por la segunda salida por la CV370. മനീസസ്. Exit the roundabout onto CV370. In 600 meters, at the roundabout, continue straight onto the V11 ramp. ഈ റൂട്ടല്ല, അപ്പുറത്തെ റൂട്ടാ. Exit the roundabout onto CV370.
ടണലിനെ ക്രോസ് In ചെയ്യുന്നത് 600 meters ഇതും at the വർക്കാ. roundabout, continue straight onto the V11 ramp. ഇവിടെ നിന്നും അങ്ങോട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അതേ കിടക്കണം. അല്ല ഇത് പാർക്കിംഗ് ഏരിയ. Sal de la rotonda por la primera salida por la V11. ദൈവമേ പണി പാളി. ഇവിടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യും. In 500 meters, merge onto V11. എനിക്കറിയില്ല ഇതിലാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പണി പാളും. അതിലെന്തായാലും കയറി പോകാൻ പറ്റില്ല ഇത് പോയിട്ട്. അത് En un എയർപോർട്ടിലേക്ക് kilómetro y വഴി. medio, toma la entrada a la derecha en dirección de 901. ഈ പണി നടക്കണത് ഇത് പണ്ട് മുതലുള്ള പണിയാണെന്ന് തോന്നുന്നു. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പണിയല്ല. Continue for 1 kilometer. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഇവിടെയും പണി കിട്ടിയിരുന്നു എന്നാണ് കേട്ടത്. En 800 metros, toma la entrada a la derecha en dirección de 901, después entra en la rotonda. A3. In 600 meters, use the left lane to take the E901, A3 ramp to Valencia. Toma la entrada a la derecha en dirección de 901, después entra en la rotonda. ഇത് ഏതിലെ പറയണതെന്ന് എനിക്കറിയില്ല. Use the left lane to take the E901 ramp. Continue on Sal E901 de for la 1 rotonda por la kilometer. segunda salida por la autovía del Este. അങ്ങനെയല്ല, ഇതിലെ പോകാനാണ് പറഞ്ഞത്. നമുക്ക് ഇതിലെ പോകാൻ എന്തായാലും. ഓ ബ്രേക്ക് ഔട്ടാനും പേടിയാണ്. ഹമ്പ് കാണുമ്പോഴും പേടിയാണ്. ലോഡ് എപ്പോൾ ഇളകിയെന്ന് വെച്ചാൽ മതി. ഇത് ഇളകിയ പണിയാണ്. കയ്യിൽ നിന്ന് വാരിയാൻ പറ്റില്ല. റോട്ടിൽ നിന്ന് വാരിയെടുക്കാൻ പറ്റുന്ന സംഭവം അല്ല അത്. Toma la salida 349 a la derecha en dirección CV408, después entra en la rotonda. In 500 meters, take exit 349 for CV408 toward Court de Poblet, Aldaya. ഇവിടെയാണ് ഈ പറഞ്ഞ സ്ഥലം. Sal de la rotonda In por la 200 tercera salida meters, por el at the camino de San roundabout, Noche. take the third exit. അപ്പം ഇതൊക്കെയാണ്. ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കൂട്ടുകാരെ. എന്തായാലും അപ്പം ഇതൊക്കെയാണ് വലൻസിയയുടെ സംഭവങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.